ഇതെന്നാ ചേട്ടാ ചെണ്ടയൊക്കെ തൂക്കി നടന്നു വന്നേ തോളയില്? ചെണ്ട പിന്നെ തൂക്കിയിട്ടുണ്ടല്ലാതെ മറഡോണ ഉണ്ടെന്നാ ഇങ്ങനെ ഗോൾ അടിക്കാൻ പറ്റുമോ? അല്ല ഞാൻ പിന്നെ പേരെന്നാ ചേട്ടൻ്റെ? പേര് പറയാൻ വിട്ടുപോയി. എന്റെ പേരാണ് ഗർവാസി സാശാൻ. ഗർവാസി സാശാൻ. ഞങ്ങളുടെ കയ്യിൽ ഒരു കുടക്കീഴിൽ എല്ലാ സംഭവങ്ങളും ഉണ്ട്. എന്താ പള്ളിപ്പെരുന്നാളിന് പുറത്തു പോകണ്ട, അമ്പലപരിപാടി പുറത്തു പോകണ്ട, ഒരു ഇനാഗ്രേഷൻ പുറത്തു പോകണ്ട എന്ന് വേണ്ട എല്ലാ പരിപാടി, ചുരുക്കി പറഞ്ഞ പാട്ട്, ഡാൻസ്, ആക്രോമാറ്റിക്, സിനിമാറ്റിക്, ഹൗസ് പെയിന്റിങ്, അങ്ങനെ എല്ലാ പരിപാടികളും. ഈ ഇത്രയും തിരക്കിനിടയ്ക്ക് ഹൗസ് പെയിന്റിങ്ങിനോ? അല്ല, ഇത്രയും തിരക്കിനിടയിലല്ല, മെയിൻ പരിപാടി ഹൗസ് പെയിന്റിങ്ങാ. ഇതിന്റെ ഇടയ്ക്ക് ഗ്യാപ്പിൽ ഇതുപോലത്തെ പരിപാടി കിട്ടുവാണെങ്കിൽ ഞങ്ങൾ ഇങ്ങോട്ട് വരും. മെയിൻ പരിപാടി ഹൗസ് പെയിന്റിങ്ങാ. കൊള്ളാം. അപ്പൊ ഇതൊക്കെയാണോ ചേട്ടന്റെ ടീം മെമ്പർ? ഞങ്ങളുടെ പുള്ളിയാണ് ഇതിന്റെ മെയിൻ. ഞാനാണ് ഇതിന്റെ മെയിൻ, എങ്കിലും മെയിൻ ആയിട്ടുള്ള ആള് പുള്ളിയാണ്. അല്ല, പുള്ളിക്കാരുടെ പേരെന്നാ? പുള്ളിയുടെ പേര് ഉള്ളത് പറയാലോ, പീറ്റർ. ഈ പീറ്റർ നിസ്സാരക്കാരനല്ല, ഭയങ്കര കലാകാരനാ. പീറ്ററിന്റെ ഏറ്റവും വലിയൊരു ഗുരുത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീറ്റർ മീറ്ററിന് ഒരു സാധനം വായിക്കില്ല. അതാണ് പീറ്ററിന്റെ ഏറ്റവും വലിയ ഗുരുത്വം എന്നുള്ളതാണ്. അങ്ങനെ എന്നെ കൊച്ചാക്കൊന്നും വേണ്ട. നിങ്ങൾക്കറിയാമോ, ഫഹദ് ഫാസിലിന്റെ സിനിമക്ക് ഫഹദ് ഫാസിലിന് വേണ്ടി ഡബ് ചെയ്തിട്ടുള്ള ആളെയാണ്. അയ്യോ, എനിക്ക് അത് ഞാൻ പറയാം. അയ്യോ, ഞാൻ അവന്റെ ആശാൻ എന്നല്ല, എനിക്കത് പറയാതിരിക്കാൻ. അത് ഏത് സിനിമയെന്ന്? അത് ഏത് സിനിമ? ആമ എന്ന സിനിമയില് ഇവൻ ഫഹദിന് വേണ്ടിട്ട് ഡബ് ചെയ്തിട്ടുണ്ട്. ആമയല്ല, മോയല്. മോയലെന്ന് പറഞ്ഞ സിനിമ അറിഞ്ഞുകൂടിക്കും മിണ്ടാതിരി. ആമയെന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടിട്ടാണ് ഞാൻ ഡബ് ചെയ്തത്. ആമ എന്ന് പറഞ്ഞ സിനിമയില് ഈ ഭഗത് ഫാസിലിന് പൈസ കൊടുക്കൂലെന്നു ഭഗത് ഫാസിൽ വീട്ടിൽ പിണങ്ങി നിൽക്കുന്ന സമയത്ത് ആ ടോൺ കറക്റ്റ് ആയിട്ട് ഇവനാണ് പറഞ്ഞ് ഡബ് ചെയ്തത്. ഗന്ധർത്തിട്ടാണ് ഈ പറയണത്. നീ ഭഗത് ഫാസിൽ ഡബ് ചെയ്തില്ല, ഞാൻ സാധനം പറ. അതങ്ങനെയൊന്നുമല്ല, ഞാൻ പറഞ്ഞു കേട്ടി. ഭഗത് ഫാസിലിന് ഇത് വായിക്കാൻ അറിയില്ല, ക്ലാർനെറ്റ്. അപ്പൊ സിനിമയിൽ പുള്ളി ഇത് ചുണ്ടത്ത് വെക്കുള്ളൂ, സൈഡിൽ ഇത് വായിച്ചുകൊണ്ടിരുന്നത് ഞാനാണ്. അങ്ങനെ ഡബ് ചെയ്തു എന്നാ പറഞ്ഞത്, അല്ലാണ്ട് ഡയലോഗ് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ചുമ്മാ എന്തെങ്കിലും കേട്ടോ അടിക്കുക. പീറ്റർ ചേട്ടനാണോ ചെയ്തത്? ചേട്ടൻ മാറിക്കേ, അതൊന്നും ചെയ്ത് കാണിച്ചോ. ബോയ്സ് റെഡി അല്ലേ? അങ്ങനെ ഉണ്ടെങ്കിലേ നമ്മുടെ ഇവിടെ താരവിളയാട്ടം എന്ന് പറഞ്ഞൊരു സെഗ്മെന്റ് ഉണ്ട്, അതിൽ ചേട്ടൻ വേണമെങ്കിൽ സ്പെഷ്യൽ ആയിട്ട് ഞാൻ വരും. ചേട്ടാ. റൊമാൻറ്റിഫിക്കേഷൻ